ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ സൃഷ്ടിച്ച ആപത്ത് വളരെ വളരെ വലുതാണ്. നമ്മുടെ നാടിന്റെ ഐക്യവും സാഹോദര്യവുമാണ് തകർക്കുന്നത്. നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയാണ് തകർക്കുന്നത്. ഈ അപകടകരമായ സാഹചര്യത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ യാഥാർത്ഥ്യം എത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും. കേരളത്തിൽ ഇതുപോലെ ജനോപകാരപ്രദമായൊരു ഭരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ? തികച്ചും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ്. പക്ഷേ വർഗീയ പ്രചരണങ്ങൾക്കും ജാതീയതക്കും അതിന്റെ ധ്രുവീകരണത്തിലും ഇടതുപക്ഷത്തിന് വിരുദ്ധമായ ഒരു ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു. ആ ചിന്ത മാറ്റിയെടുക്കാൻ, മതസാഹോദര്യം വളർത്തിയെടുക്കാൻ, ജാതീയതക്കപ്പുറം മനുഷ്യന്റെ സ്നേഹവും സൗഹാർദ്ദവും വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം പൊരുതും. ഇടതുപക്ഷത്തിന് ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി ഇടതുപക്ഷം മുന്നോട്ട് വരും. ഞങ്ങളുടെ മുമ്പിലുള്ളത് കേരള ജനതയുടെ 3.5 കോടി മലയാളികളുടെ ജന്മനാട്. ഈ ജന്മനാടിനെ ഐശ്വര്യസമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം നിർവഹിച്ചിരിക്കും. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന കൂടുതൽ ജാഗ്രതയും കരുത്തും ഓടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നമ്മുടെ നാടിന്റെ വർഗീയ ശക്തികൾ വലിയ ആപത്തുണ്ടാക്കും എന്നുള്ളതാണ്. അതുകൂടി ജാഗ്രതയോടുകൂടി കാണേണ്ട വിഷയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.